ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ് ആസ് എ സ്റ്റുഡൻറ്റ്, ആസ് എ മദർ എന്നുള്ള രീതിയിൽ. അപ്പോൾ രാവിലെ ഞാൻ എണീച്ചിട്ട് സ്കാർ കഴിഞ്ഞ് വർക്കൗട്ട് എന്ന് വെച്ചാൽ ഭയങ്കര വർക്കൗട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് പാട്ടിടും, കുറച്ച് ഡാൻസ് കളിക്കും. അതെനിക്ക് കുറച്ചുകൂടെ നല്ലൊരു ഫീലാണ് തരുന്നത്. ഒരു എക്സസൈസ് ചെയ്യണ പോലെ ഫീൽ ചെയ്യാറില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്യണേ. പിന്നെ അതിന് ശേഷം എനിക്ക് കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ടൈമാണ് അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ നന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കല്യാണമൊക്കെ ആയി തുടങ്ങിയില്ല. അപ്പോൾ അങ്ങനെ ഓക്കെ ഏതായാലും ക്ലാസ് ഇല്ല നന്നുവിന് 2-3 ദിവസം. അപ്പോൾ ഓള് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഹാദി നീച്ചു, ഓൻ്റെ പല്ലേപ്പൊക്കെ കഴിഞ്ഞു. ഇനി ഓന് ചായ കൊടുത്ത് കുളിപ്പിച്ചിട്ട് ഓനൊന്ന് സ്കൂളുണ്ട്, ഓനെ പോയി പറഞ്ഞയച്ചിട്ട് വേണം എനിക്കിൻ്റെ കാര്യങ്ങൾ ബാക്കി ചെയ്യാനായിട്ട്. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ അടിച്ചു വാരിയിട്ട് തുടക്കണം. ആദ്യം പോണതിന് മുന്നേ ആ പരിപാടി കഴിച്ചു കഴിഞ്ഞാൽ ഓൻ പോയി കഴിഞ്ഞാൽ ചായ കടി കുടിച്ചിട്ട് എനിക്ക് കുറച്ച് എഴുതാനുണ്ട്, അസൈൻമെൻറ്റ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ എക്സാം മിക്കവാറും നിഷിൻ്റെ കല്യാണത്തൊക്കെ ആയിരിക്കും, ജനുവരിയിലാണെന്ന് തോന്നണേ. എക്സാമിന് ഫീ ഒക്കെ അടക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് നോട്ട്സ് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യണം എക്സാമിന് വേണ്ടിയിട്ട്. പിന്നെ നന്നു ഇവിടെ ഉണ്ട്, ഓൾക്കും എക്സാമാണ്. അപ്പോൾ ഓളേതായാലും കുറച്ച് ദിവസത്തിന് വന്നാൽ അപ്പോൾ ഓളെയും കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്യണം പഠിക്കാനൊക്കെ വേണ്ടിയിട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കണം എന്നുണ്ട്. മാക്സിമം എഴുതാൻ കഴിയുന്നിടത്തോളം അസൈൻമെൻറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് നോട്ട്സും പ്രിപ്പയർ ചെയ്യണം. പിന്നെ അതുപോലെ നന്നു കാര്യമായിട്ട് വന്നത് നിഷിൻ്റെ കല്യാണത്തിന് എന്ത് ഡ്രസ്സാണ് ഞങ്ങൾ ഇടുക അങ്ങനെയൊക്കെ ഒന്ന് നോക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കണം. അപ്പം എൻ്റെ ഡ്രസ്സ് ഞാൻ ഫസ്റ്റ് നഫബിൻ്റെ അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഇന്ന് ഓളടുത്ത് നമ്മളെ അമ്രാസിൻ്റെ വൈഫ് ഓളുടെ അടുത്ത് ഡ്രസ്സിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഓൺലൈനായിട്ടാണ് ചെയ്യണത്. പിന്നീട് നമുക്ക് ഇനി നിഷയ്ക്ക് മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെയാണ് വിചാരിക്കണത്. അപ്പം എന്തായാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. അപ്പം ഇന്ന് എന്തായാലും ഞാൻ കുറച്ച് പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ പിന്നെ വീട്ടിലായതുകൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അമ്മ റെഡിയാക്കും. ഞാൻ ആ സമയത്ത് കുട്ടിക്ക് ട്യൂഷൻ എടുക്കാവുമല്ലോ, അതൊക്കെ അമ്മ റെഡിയാക്കും. പിന്നെ ഇപ്പോൾ ചോറ് അടുപ്പത്തുണ്ട്. പിന്നെ അതിക്ക് അപ്പോൾ മീൻകാരൻ വന്നിട്ടുണ്ട്. അപ്പം അമ്മ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കാര്യമായിട്ട് ഇപ്പം ഇന്ന് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇനി ഫസ്റ്റ് ഞാൻ അടിച്ചു തുടച്ചതിന് ശേഷം ഹാദിനെ ഒരുക്കി പറഞ്ഞേക്കുന്ന ജോബാണ് ഫസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഹാദി കുളിക്കാൻ പോയ സമയത്ത് ഞാൻ പെട്ടെന്ന് അടിച്ചു വാരൽ തീർത്തു. അതിന് ശേഷം ഓൻ പോയിട്ട് തുടക്കണം നല്ലത്, അല്ലെങ്കിൽ ആകെ ചവിട്ടി ചളിയാക്കും. അങ്ങനെ ഓൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ അടുക്കളയിൽ ചെന്നപ്പോൾ മോൻ്റെ ടിഫിന് റെഡിയാക്കിയിരുന്നു. ഓനക്ക് ചിക്കന് കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഓന് ചിക്കന് കറി വെച്ചതേ കഴിക്കുള്ളൂ, അങ്ങനെ പൊരിച്ചത് അങ്ങനെ അവന് വലിയ ഇഷ്ടമല്ല. അപ്പം അമ്മ അതിങ്ങനെ പിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഓന് കഴിക്കാൻ എളുപ്പം, അതാണ് അങ്ങനെ ചെയ്യണേ. പിന്നെ ചിക്കൻ്റെ കറി ഒന്നും അങ്ങനെ അവിടെ കുറച്ചിങ്ങനെ ഒഴിച്ചെടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് കറി ഓനങ്ങനെ വേറെ പാത്രത്തിലാക്കിയിട്ട് കറി കൊണ്ടുപോകല്ലോ, ഓനങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കൂല. പിന്നെ അതിൽ ബിസ്ക്കറ്റാണ്. അവർക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചായയും കടിയും കുടിക്കും. ആദ്യമൊക്കെ ഒരു ഹോർലിക്സും പാലും ഒക്കെ കൊടുത്തേക്കലുണ്ടായിരുന്നു. ഞാനിപ്പോൾ അതൊന്നും കഴിക്കാറില്ല. ഇപ്പോൾ പിന്നെ ഞാനിവിടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. സാമ്പാർ ഉമ്മയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഉമ്മ സാമ്പാറിനുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ ഉമ്മ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിന് ശേഷം ഞാൻ അവനക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ചപ്പാത്തിയും ബീഫിൻ്റെ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് നേരത്തെ അവനക്ക് എണീച്ചേക്കിന് അവനൊരു ചപ്പാത്തി ചായയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ഒരു ചപ്പാത്തി ഇതും കൂടെ കൊടുത്തു. അവൻ ഫുള്ള് കഴിച്ചു.
വലൈക്കുമുസ്സലാം. അങ്ങനെ ആദ്യം സ്കൂളിൽ പോയി. ഓൻ പോയി കഴിഞ്ഞാൽ ഓൻ്റെ കുറേ സാധനങ്ങൾ എടുത്തേക്കാനുണ്ടാവും. കണ്ടില്ല, ടേബിൾ മൊത്തം മരുന്ന് എടുക്കുകയാണ്. അപ്പോൾ ഓൻ്റെ കളി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ചു. അപ്പോൾ ഞാൻ തുടക്കാൻ നിന്നപ്പോൾ ഉമ്മ പറഞ്ഞു ഇനി എന്തായാലും ചായ കുടിക്കുക, ചായ കുടി കഴിഞ്ഞിട്ട് തുടക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇരുന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അതന്നെ ബീഫും ചപ്പാത്തിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ബാക്കി ഒരു കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് ക്ലീനാക്കിയിട്ട് ഒന്ന് വെച്ചു. അങ്ങനെ അമ്മ സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഉച്ചക്കൊക്കെ നമ്മുടെ ബ്രിഞ്ചലില്ലേ, വഴുതനങ്ങയും കോവയ്ക്ക ഫ്രഷായിട്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായത്. അപ്പോൾ അത് ഇതേപോലെ മസാല വെച്ച് പൊരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് മീൻ കിട്ടിയത് CD മുള്ളനാണ്. അതേപോലെ നിഷയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവൾക്ക് അത് മിസ് ചെയ്യുന്നുണ്ടാവും മേ ബി വീഡിയോ കാണുമ്പോൾ. അപ്പോൾ അത് അമ്മ അതും റെഡിയാക്കി പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് തുടയ്ക്കാനായിട്ട് പോയി. അങ്ങനെ ഫ്ലോർ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുളിക്കാൻ ചെന്ന് നോക്കുമ്പോൾ നന്നു അവിടെ ഭയങ്കര അരക്കെല്ലാം. അപ്പോൾ മൈലാഞ്ചി അരക്കാണ് കയ്യിലിടാനൊക്കെ വേണ്ടിയിട്ട്. നന്നായിട്ട് അരക്കണമൊക്കെ ഉണ്ട് ആൾ, കുഴപ്പമില്ല. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്നു അതേപോലെ ഓളും കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ 11:30 കഴിഞ്ഞു സമയം. എന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഓളൊന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഇരിക്കണം. പിന്നെ അതുപോലെ എനിക്ക് എൻ്റെതും അസൈൻമെൻ്റ് ഒന്ന് എഴുതി തുടങ്ങണം. ഇന്ന് ഫുള്ള് പിന്നെ ഇന്ന് ഉച്ചവരെ വേറെ പരിപാടിയൊന്നുമില്ല. അന്ന് ശരിക്കും എഴുതുക, വായിക്കുക, പഠിക്കുക, ആ ഒരു ഇതാണ്. ഇന്നത്തെ ദിവസം എന്തായാലും പ്രൊഡക്റ്റീവ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ഇനി എക്സാമിന് അധികം ഡേറ്റ് ഇല്ല. ഒരു വിഷയമെങ്കിലും തീർത്തു കഴിഞ്ഞാൽ അത്രയായി. ഫസ്റ്റ് സെമ്മ് തന്നെ ഞാൻ ഏകദേശം അത്യാവശ്യം നന്നായിട്ട് ഉഴപ്പിയിട്ടുണ്ട്. എക്സാം എനിക്ക് കുറച്ച് നല്ല ടഫായിരുന്നു. അത് ഒന്നാമത് എനിക്ക് ബേസ് എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ക്ലാസ്സിലൊന്നും എനിക്ക് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഏകദേശം ഒരു 10 ദിവസത്തോളം ഞാൻ ഫസ്റ്റ് സെമ്മിൽ ലീവായിരുന്നു. ഇക്ക പോണ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇക്ക പോണത് അടുപ്പിച്ചിട്ട് ഞാൻ ക്ലാസ്സിന് പോകണ്ടല്ലോ വെച്ചിട്ട് കുറച്ച് ലീവായിരുന്നു ഞാൻ. അപ്പോൾ കുറേ ക്ലാസ്സുകൾ എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. അതൊന്നും അങ്ങനെ റിക്കവർ ചെയ്തെടുക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ കുറച്ച് ഉഴപ്പുകയും ചെയ്തു. അപ്പോൾ സെക്കൻഡ് സെമ്മിൽ എന്തായാലും അത് ഉണ്ടാവരുത് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ മാക്സിമം നിന്നിട്ട് പഠിക്കണം എന്ന് തന്നെയാണ് വിചാരിക്കണത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഫുള്ള് പ്രൊഡക്റ്റീവായിരിക്കും എന്ന് തന്നെ വിശ്വസിക്കാം. എന്തായാലും ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ എഴുതാനും വേണ്ടിയിട്ടൊക്കെ ഇരിക്കുകയാണ്. അസൈൻമെൻറ്റ് എന്തായാലും ഒന്ന് കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ടോപ്പിക്കിൽ ഞാൻ അത്ര നോക്കിയിട്ടില്ല. കുറച്ച് ബുക്സും പിന്നെ അതുപോലെ ബാക്കി ഡാറ്റാസും കൂടി എനിക്ക് കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനൊരു ഇൻട്രൊഡക്ഷനും അതിൻ്റെ ഫ്രണ്ട് പേജും അതുപോലെ കൺക്ലൂഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്നാണ് വിചാരിക്കണേ. കൺക്ലൂഷൻ അല്ല കേട്ടോ, ഇൻഡെക്സും ഇൻട്രൊഡക്ഷനും ആ സംഭവങ്ങളൊക്കെ. പിന്നെ അതേപോലെ അതിന് കൊടുത്തിട്ടുള്ളതാണ് ഇത് ഈ A4 കെട്ടി. ഞാൻ A4 കൊണ്ടുവരാൻ പറഞ്ഞത്, പക്ഷെ ഇതെന്തോ ഒരു A4 അത് വലിപ്പം നീളമൊക്കെ ഉണ്ട്. പക്ഷെ അത്ര വൈറ്റ് കളർ അത്ര കട്ടിയൊന്നും തോന്നുന്നില്ലേ പേപ്പറിന് കേട്ടോ. ഇത് പുതിയ മോഡൽ ഇറങ്ങിയതാണെന്ന് എനിക്കറിയില്ല, പുതിയ പേപ്പറാണ് തോന്നുന്നു. എന്നാലും A4 അത്ര നമുക്ക് വൃത്തി തോന്നണില്ല.
പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത് അത്യാവശ്യം ഉണ്ട്. A4 അതേ റേറ്റ് തന്നെയാണ് ഇതിന് വരുന്നത്, എനിക്ക് അറിയില്ല. ഇത് പലരുടെയും കൊണ്ടുവരാനപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നതാ. ഇനിയിപ്പോൾ ഞാൻ ഇന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പോണത് ഫാമിലി ലോൻ്റെയാണ്. ഫാമിലി ലോ കുറച്ച് ഇത്തവണ മുസ്ലിം ലോ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ടഫാണ്. നമ്മുടെ പാർട്ടീഷനൊക്കെ ഇല്ലേ, പ്രോപ്പർട്ടി ഒക്കെ, അപ്പം അത് കുറച്ച് ടഫാണ്. നമ്മളത് ഇങ്ങനെ കുറേ അവർക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആണ്. അപ്പം അതൊന്ന് കറക്റ്റായിട്ട് പഠിക്കണം. അപ്പം അതിൻ്റെ ഒരു ടാബ്ലോ ഇതൊക്കെ വരച്ചിട്ട് എഴുതി വെക്കണം എന്നുണ്ട്. അപ്പം അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യലാണ് ഫസ്റ്റത്തെ പണി. അപ്പം അതും ഇതേപോലെ എല്ലാം ഒന്നും തീരൂല, കാരണം കുറേ ഉണ്ട്. അപ്പോൾ കുറച്ചായി കഴിഞ്ഞാലും അത്രയെങ്കിലും ചെയ്തല്ലോ. അപ്പോൾ അതും കുറച്ച് അല്ലെങ്കിൽ ഞാൻ ഒരുപാട് വാസ്റ്റായിട്ടിരുന്ന് അങ്ങനെ പഠിക്കാറില്ല. ഞാൻ കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യും, അത് പഠിക്കും, അങ്ങനെ മനസ്സിലാക്കി പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കളക്ട് ചെയ്ത് വെക്കും. കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും മെത്തേഡ്സ്. അപ്പം എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഈസി മെത്തേഡാണ് എപ്പോഴും തരാറ്. സാധാരണ ഞാൻ സോഷ്യോളജിയാണ് ഡിഗ്രിക്ക് എടുത്തത്. അപ്പോൾ ഒരുപാട് വാസ്റ്റായിട്ട് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ എഴുതി ശീലിച്ചുകൊണ്ട് നോട്ട്സ് ഞാനിങ്ങനെ കുറേ ആയിട്ട് പ്രിപ്പയർ ചെയ്യും, കുറേ ആയിട്ട് ഇങ്ങനെ വായിക്കും, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പം ഇവിടെയും അങ്ങനെ തന്നെയാണ്. ലോ പഠിക്കുമ്പോഴും നമുക്ക് essay ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പം എസ്സേക്കൊക്കെ ഒരുപാട് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടാണ് ഓരോന്നും പ്രിപ്പയർ ചെയ്യണം, ഏതാണ് ഇമ്പോർട്ടൻറ്റ് അങ്ങനെ നോക്കിയിട്ട്. അപ്പം എന്തായാലും സിലബസ് ഫുള്ളി കവർ ചെയ്യണം. പക്ഷെ ഏകദേശം ഇങ്ങനെ തൊട്ടും തൊടാതെയൊക്കെ പോകണമെന്ന് വിചാരിക്കണം. പക്ഷെ കാര്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ആ ഒരു രീതിയിൽ പഠനം നടത്തുക, ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമാണല്ലോ. അപ്പം അങ്ങനെ ഞാൻ വിചാരിക്കണേ. അപ്പം എന്തായാലും ഇപ്പം നന്നു കുളിക്കാണ്. അപ്പോൾ ഓളതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുറച്ച് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം. എന്നിട്ട് ഓൾക്ക് പഠിക്കാനുള്ളതോള് ഇംഗ്ലീഷും അതുപോലെ SS ഒക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ള എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾക്ക് പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് ഓളെ കൂടെ കുറച്ച് സമയം ഇരിക്കണം. അപ്പം എന്തായാലും ഞാൻ എൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്റ്റഡി ടേബിൾ ഒന്ന് കാണിച്ചിട്ട്, വലിയ സംഭവമൊന്നുമല്ല. സാധാരണ ഞാൻ എൻ്റെ റൂമിലായിരുന്നു ടാബ്ലറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ കുറച്ചായിട്ട് അത് ഇങ്ങോട്ട് ഓഫീസ് റൂമിലേക്ക് മാറ്റി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റൂമിലാകുമ്പോൾ രാത്രിയിലൊക്കെ ഞാൻ ലൈറ്റിട്ടിരിക്കുമ്പോൾ ഹാദിക്ക് അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ചെയ്യുന്നു. അപ്പം ഞാൻ ഇങ്ങോട്ട് ആക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ ഈ റൂം എനിക്ക് ഒന്നുകൂടെ ഇഷ്ടമാണ്. ബെഡ്റൂം കുറച്ചുകൂടെ അങ്ങനെ കൺജസ്റ്റഡ് ആയ പോലെ കുറച്ച് ഇരുട്ടാണ്. അവിടെ ഒരു ഭാഗത്ത് മാത്രമേ ജനലുള്ളൂ. ഇവിടെ ആകുമ്പോൾ രണ്ട് സൈഡിലും ജനലുണ്ട്, നല്ല വെളിച്ചമുണ്ട്, നല്ല കാറ്റും നല്ല തണുപ്പുള്ളൊരു റൂമാണിത്. അപ്പം എനിക്ക് ഇവിടെ ഇരിക്കണം കുറച്ച് ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഇരുന്ന് നോട്ടും ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാറുള്ളൂ കേട്ടോ. പഠിക്കണം എന്നുണ്ടെങ്കിൽ ഡൈനിങ് ഹോൾക്ക് തന്നെ പോകണം. കാരണം എനിക്ക് അവിടെ ഇരുന്ന് പഠിച്ചാൽ എനിക്ക് മണ്ടേ കയറുള്ളൂ. അതെന്തെനിക്കറിയില്ല, അവിടെ കുറച്ചുകൂടെ തുറസായിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് തോന്നുന്നു. ഡൈനിങ് ഹാളല്ലേ, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്റ്റഡി ടേബിൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് എൻ്റെ സ്റ്റഡി ടേബിൾ ഇരിക്കണം, ഉണ്ടല്ലേ അങ്ങനെ. പിന്നെ ഇവിടെ ഈ ജനലിൻ്റെ പുറത്ത് ഞാൻ ബുക്ക് വെച്ചിട്ടുള്ളത്, ഇത് ബാരാക്റ്റും പിന്നെ ബുക്സൊക്കെ. ഇവിടെ അധികമൊന്നുമില്ല, ഞാൻ ഈ സെമ്മക്ക് പിന്നെ എനിക്ക് ചിലത് പഠിക്കണം എന്ന് റെഫർ ചെയ്യണമെന്ന് തോന്നിയ ബുക്സ് മാത്രമേ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളൂ. ബാക്കി ബുക്സൊക്കെ റൂമിൽ ഷെൽഫിലാണ്. പിന്നെ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചൊരു സംഭവം, അതിൻ്റെ ബാക്കിയും കൂടെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലത്തെ സംഭവം. ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കണമെന്ന് സംഭവം. അങ്ങനെ ഇതിൻ്റെ ടാഗ് ഞാൻ ഇതിലിങ്ങനെ വെച്ച് ഇതങ്ങനെ ഈശേൻ്റെ പണികൾ പോകണമെന്ന് കുറേ സാധനങ്ങളൊക്കെ റെഡിയാക്കിയപ്പോൾ ഇതിൽ കൊണ്ടുവന്ന് വെച്ച്. ഇതിങ്ങനെയാണ് സംഭവം. ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു ഡ്രോയർ പോലെ അതിൻ്റെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അത് എടുക്കലൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിത് വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് എൻ്റെ കീയും അത്യാവശ്യം നമുക്ക് അത്യാവശ്യത്തിനുള്ള മെഡിസിൻസ് ബാക്കി പൈസ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതിൻ്റെ ഷെൽഫിൽ വെച്ച് കേട്ടോ. ഉണ്ടല്ലേ, ഇതിൻ്റെ ഷെൽഫിൽ വെച്ചാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് കുറച്ച് നല്ലൊരു ഉപകാരമായിട്ട് തോന്നി. കാരണം കുറേ സാധനങ്ങൾ നമുക്ക് ഒരേ സമയം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഉണ്ടോ, ഇതിൽ ഞാൻ കളേഴ്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കീ, പിന്നെ ഇതിലൊക്കെ ഇതിൻ്റെ കീ കേട്ടോ, ഈ ഹെൽപ്പിൻ്റെ. പിന്നെ ഇതിൽ കുറച്ച് ചോക്സ്, അതിൻ്റെ സാധനങ്ങളൊക്കെ, കട്ടർ, ഷാർപ്നർ, പിന്നെ ചോക്സ്, അങ്ങനത്തെ ചോക്കുകൾ. ഇതിലൊക്കെ ചോക്കാണ്. ചോക്ക് കഴിഞ്ഞാൽ ഞാൻ ചോക്ക് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുട്ടിയൊക്കെ ട്യൂഷൻ എടുക്കണമല്ലേ, അപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ചോക്കുകളുടെ പൊട്ടുകളൊക്കെ അതിൽ കേട്ടോ. സംഭവം. പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലീഫും അതുപോലെ ഈ ചെടി. ഞാനിങ്ങനെ ഇടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിലെ വേരുകളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് പോകുന്നുണ്ട്, ഉണ്ടാവും.
ഇത് ഇപ്പം ഇതുണ്ടല്ലേ, ഇത് ഞാൻ എന്തോ ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു, പിന്നെ അങ്ങനെ ചെയ്തതൊന്നുമില്ല. ലോക്ക്ഡൗണിൽ എടുത്ത് വെച്ചിരിക്കുന്ന സംഭവം, പക്ഷെ ഭയങ്കര മടിയായോണ്ടേ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതൊക്കെ ലോക്ക്ഡൗണിൽ ചെയ്താട്ടോ. അങ്ങനത്തെ കുറച്ച് പോട്ടുകളും കാര്യങ്ങളും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, ഐസ്ക്രീമിൻ്റെ ഏതിൻ്റെയായിരുന്നു, ഏതോ ഒരു ഐസ്ക്രീമിൻ്റെ പോട്ടാണ്. നമുക്ക് ഇത് കൊണ്ടു ജാക്ക് ഫ്രൂട്ടിൻ്റെ ഫ്ലേവറിൽ വരുന്ന അതിൻ്റെ പോട്ടേന്നാണ് തോന്നണേ. അത് ഞാൻ പെയിൻ്റ് അടിച്ചിട്ടൊക്കെ വെച്ചിരുന്നു. അപ്പം അതിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ ഏകദേശം പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് പെന്നും അങ്ങനത്തെ മാർക്കേഴ്സ്, പെൻസ്, വൈറ്റ്നർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ഗ്ലൂ, ഇതൊക്കെ ഇട്ടൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് ആദ്യം ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് തോന്നുന്നുണ്ട്. ഞങ്ങൾ ട്രിപ്പ് പോയാൽ ബാക്കിയുള്ള ഗ്ലാസ്സാണ്, അതും കൊണ്ടുവന്ന് വെച്ചതാണ്. പിന്നെ ഉണ്ടല്ലേ ബുക്സ്, ഇതിൻ്റെ അസൈൻമെൻറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തതാണിത്. പിന്നെ ചട്ട, പിന്നെ ബുക്സ് ഇത് ഞാൻ അതിൻ്റെ കഴിഞ്ഞ സെമ്മിലെ നോട്ടാണ്. അപ്പോൾ അതിവിടെ ഞാൻ കൊണ്ടുവന്ന് വെച്ചത് അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയൊക്കെയാണ് സ്റ്റഡി ടേബിളിൻ്റെ ഒരു രൂപം. അതിന് ഷെൽഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അതിൻ്റെ കുറച്ച് ക്രയോൺസാണ് കേട്ടോ ഞാൻ ഇട്ടുവെച്ചിരിക്കുന്നത്. പിന്നെ ഇത് എൻ്റെ പിൻ പോയിൻറ്റിൻ്റെ കൂടുതൽ കുറച്ചുകൂടെ പെന്നുകളുണ്ട്. ഞാനിങ്ങനെ കുറച്ച് ബൾക്കായിട്ട് വാങ്ങി വെക്കാറാണ് ചെയ്യാറ്. പിന്നെ ഇതിലുണ്ടല്ലേ പിന്നുകളും, പിന്നെ അതുപോലെ ഹെയർ ബണ്ണൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള സാധനമല്ല, അപ്പം ഞാനിങ്ങനെ എടുത്ത് വെച്ചതാണ്. പിന്നെ ഇതിൻ്റെ ഡയറിയാണ് കേട്ടോ. ഇതിൽ കല്യാണം കഴിഞ്ഞ അന്ന് മുതലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളൊരു ഡയറിയാണ്. പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല, അത് ഇതിൽ പിന്നെ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇതിൻ്റെ ടാഗ് അങ്ങനെ. പിന്നെ ഇതിലിൻ്റെ അത്യാവശ്യം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഓർണമെൻറ്റ്സ്, പിന്നെ ഗ്ലാസ്, ഇതേ വണ്ടി പോകുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് അതൊക്കെ. പിന്നെ ഇതിലെന്താ, ഇതിലാണ് മെഡിസിൻസിൻ്റെ കുറേ സംഭവങ്ങളുള്ളത്. ഇതിൽ കുറേ ടാബ്ലറ്റാണ് ഉണ്ടോ. ഇതൊക്കെ ഇങ്ങനെ വാങ്ങിച്ചൊരു ബാക്കി ഒന്നൊക്കെ ഉണ്ട്. അതൊക്കെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണ് കേട്ടോ, ഫോളിക് ആസിഡിൻ്റെ ഒക്കെ. പിന്നെ ഇത് ഉണ്ടല്ലേ നമ്മൾ ഇവിയോണിൻ്റെ എന്താണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, അത്. പിന്നെ വേറെ സംഭവം ഞാൻ ഫേവറേറ്റ് എടുത്ത് വെച്ച സംഭവം കേട്ടോ. ഇതുണ്ടോ വിഷുക്കൈ നീട്ടം. ഇത് ഞങ്ങളുടെ സാറ് സത്യശീലൻ സാറ് ഞങ്ങളുടെ പ്രിൻസിപ്പളായിരുന്നു. ഞങ്ങൾക്ക് IPC എടുത്തുകൊണ്ടിരുന്ന സാറായിരുന്നു. സാറിൻ്റെ വിഷുക്കൈ നീട്ടം വിഷുവിന് കിട്ടിയതായിരുന്നു കേട്ടോ. ഇതിൽ സാർ എല്ലാവർക്കും, ക്ലാസ്സിലുള്ള എല്ലാവർക്കും, സാറ് പഠിപ്പിക്കണ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. സാറിപ്പോൾ പോയി, എന്നാലും വിളിക്കാറുണ്ട്. ഭയങ്കര ഞങ്ങൾ അച്ഛനാണ് വിളിക്കാറ്. ശരിക്കും സാറിന് ഞങ്ങളൊക്കെ സാറിൻ്റെ പെമ്മക്കളെ പോലെയാണ്. അപ്പോൾ ഭയങ്കര സ്നേഹമാണ് ഞങ്ങളോടൊക്കെ. അത് കണ്ടില്ലേ, ഇത് ഞാനന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിരുന്നു, പിന്നെ അങ്ങനെ വിട്ടുപോയി. രണ്ടിലെ പ്രിയ മുത്തുബാദിറ മോൾക്ക് ഐശ്വര്യത്തിനും വിജയത്തിനും വേണ്ടി വിഷുക്കൈ നീട്ടം. ഈ സത്യശീലൻ കണ്ടോ, മലയാള മാസമായിട്ട് എഴുതിയിട്ടുള്ളത്. അതാണ് 1197 കാണുന്നത്. ഓക്കെ, അങ്ങനെ ഇത് സാറിൻ്റെ സംഭവം ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനിങ്ങനെ ഇടയ്ക്കെടുത്ത് നോക്കും, അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചത്. പിന്നെ ഈ ഷെൽഫിൽ ഇതിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. ഈ സൺസ്ക്രീനാണ് ഇപ്പോൾ ഞാൻ കറണ്ടായിട്ട് യൂസ് ചെയ്യണത്. ഇത് എനിക്ക് buy 1 get 1 ഫ്രീയിൽ കിട്ടിയതായിരുന്നു. മീൻകാരം വേറെ മീൻകാരം വന്നിട്ടുണ്ട് കേട്ടോ. buy 1 get 1ൽ കിട്ടിയിട്ടായിരുന്നത്. അപ്പോൾ ഒന്നിപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വേറെ ഒന്നുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഉണ്ടല്ലേ 499 ആണ്. അപ്പോൾ രണ്ടെണ്ണമൊക്കെ വാങ്ങുമ്പോഴേ നമുക്ക് മുതലാവണുള്ളൂ. അല്ലെങ്കിൽ നല്ല റേറ്റ്, പക്ഷേ നല്ല അടിപൊളി സാധനമാണ്. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. കാരണം നമുക്കങ്ങനെ വൈറ്റ് കാസ്റ്റ് ഇല്ല. അതുപോലെ തന്നെ അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതിൽ. പിന്നെ ഇന്ത്യൻ സ്കിന്നിന് വേണ്ടിയിട്ട് ഒരു യൂസ് ചെയ്തിട്ടുള്ളതാണ്, ഇറക്കിയിട്ടുള്ളതാണ്. നോട്ട് പ്രഗ്നൻസി സേഫ് ആണ് കേട്ടോ. ഡോക്ടർ രേഖാശയത്താണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ സംഭവമാണ് ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. വൈറ്റ് കാസ്റ്റ് ഇല്ല, പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഓയിലി ആയിട്ടില്ല. ശരിക്കും ഇതൊരു ജെൽ ലൈക്ക് അല്ലെങ്കിൽ വാട്ടറി ലൈക്ക് കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര സുഖം, പെട്ടെന്ന് അബ്സോർബ് ആവും സ്കിന്നിൽ. പിന്നെ ഇതിൽ പിന്നെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ബൾബ്, സീറോ ബൾബ്, പിന്നെ നമ്മുടെ ഡബിൾ ടാപ്പോ തന്നെയല്ല ഇതിന് പറയാം, ഈ 2 സൈഡുള്ള അത്. പിന്നെ എൻ്റെ കളേഴ്സ്, മുട്ടു സൂചിൻ്റെ ബാക്കിയുള്ള സംഭവം, അങ്ങനെ എല്ലാ കച്ചറുകളും, ഫോട്ടോസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിലാണ്. പിന്നെ ഇതിൽ കുറച്ചുകൂടെ കളേഴ്സ് ഉണ്ട്. ഇതുണ്ടല്ലേ കളേഴ്സും ക്രയോൺസൊക്കെ. അത് ഹാദിക്ക് ഇവിടുന്ന് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക, സ്കൂളിൽ കൊടുത്തേക്കാറില്ല കേട്ടോ. അത് പിന്നെ ഇത് ഹാദിൻ്റെ പെൻസിലിൻ്റെ കളക്ഷൻ കൂടാണ്.
ഇതിലിപ്പോൾ ഇനി 2-3 കൊള്ളൂട്ടോ. ഇതിൻ്റെ അകത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനവന് സ്കൂൾ തുറന്നപ്പോൾ വാങ്ങിയതേന്. അവനിത് കണ്ടിട്ടേ എന്നും പെൻസിൽ ഇങ്ങനെ ഷാർപ്പ് ചെയ്തുകൊണ്ട് എന്നും കൊണ്ടുവരും വേറെ സംഭവം, വേറെ പെൻസിൽ വേണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഷാർപ്പ്നർ കൊടുത്തേക്കണ പരിപാടി നിർത്തി. പിന്നെ ഇതിൻ്റെ സ്കെയിൽ ഇത്രയേ ഉള്ളൂ. ഇതിൽ അതേക്ക് വെക്കട്ടെ, ഇത്രയേ ഉള്ളൂ ഈ ഷെൽഫിൽ. പിന്നെ ഇതിൽ കുറച്ചും കൂടെ എൻ്റെ ഫയൽസ്, പിന്നെ കഴിഞ്ഞ സെമ്മിലെ നോട്ട്സ്, പിന്നെ ഇതുണ്ടോ, ഇത് ഹാദിൻ്റെ ABCDൻ്റെ സെറ്റ്. ഇത് ഞാനിങ്ങനെ എടുത്ത് വെച്ചേക്കാം. അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ട്യൂഷൻ എടുത്തിരുന്നു. അവിടെ ട്യൂഷൻ സെൻറ്ററിൻ്റെ ഞാൻ ട്യൂഷൻ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എടുത്തുള്ള ഫാൻസിനെ ഞാൻ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് എനിക്ക് വളരെ 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 യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹാദി അപ്പോൾ ഒരു 3 വയസ്സൊക്കെ ആയപ്പോഴാണ് ഞാനത് വാങ്ങിച്ചത്. എന്നിട്ട് ഇങ്ങനെ ഓനക്കിത് വെച്ച് കൊടുക്കുകയായിരുന്നു, ഓരോ ലെറ്റേഴ്സ് കണ്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവന് Z വരെയുള്ള ലെറ്റേഴ്സ് അവനക്ക് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ ചേർത്തിയപ്പം അവനക്ക് ലെറ്റേഴ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവനക്ക് നല്ല ഈസി ആയിട്ട് എനിക്ക് തോന്നി. ഇത് എല്ലാവരും പാരൻസും ഒക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നല്ലൊരു സംഭവമാണ്, കുട്ടികൾക്ക് പറ്റിയ. പിന്നെ ഇതിൽ മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ സംഭവങ്ങളാണ്. നമ്മൾ ബ്രൈഡൽ മേക്കപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ടേബിൾ ലാമ്പാണ്. ഇതൊക്കെ എനിക്ക് ഓൺലൈനിൽ നിന്ന് വരുത്തി തന്നെ കേട്ടോ. അത് ഞാൻ ആവശ്യം വരുമ്പോൾ മാത്രം യൂസ് ചെയ്യാറുള്ളൂ. ഉണ്ടോ, ഇതിങ്ങനെ പൊക്കുകയും താഴ്ത്തുകയും ഒക്കെ ചെയ്യാം നമ്മുടെ ആവശ്യാനുസരണം. അപ്പോൾ ഞാനത് അതിൻ്റെ അടിയിൽ കുറച്ച് ചുരുട്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതങ്ങനെ വെക്കുക അടച്ചോനെ അങ്ങനെ. പിന്നെ അതിൻ്റെ ഹെയർ ക്രിമ്പർ, ഇതൊക്കെ ബ്രൈഡൽ വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഹെയർ ഡ്രയറും സ്ട്രൈറ്റ്നറും ഒക്കെ ഈ ബാഗിലാണ് കേട്ടോ. ഞാൻ എടുക്കലില്ല, എടുത്തു കഴിഞ്ഞാൽ കച്ചറയാവും, അങ്ങനെ ഇട്ട് വെച്ചേക്കാണ് ഇങ്ങനത്തെ ആ സംഭവങ്ങളൊക്കെ. പ്രോഡക്ട്സ് ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻസൊക്കെയാണ് ആ ബാഗിൽ. പിന്നെ ഇങ്ങനെ ഇതാ. അപ്പോൾ ഇത്രയാണ് എൻ്റെ സ്റ്റഡി ടേബിളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ സെമ്മിലെ ബുക്കാണ്. അപ്പോൾ അതിലാണ് ഞാൻ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ ഇതിൽ ഏകദേശം 5 സബ്ജക്ട്സ് കൊള്ളുന്ന ബുക്കാണ്. ഇതിന് ഓരോ സബ്ജക്റ്റിനും പ്രത്യേക പാർട്ടീഷന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതിൽ പല റേറ്റിലും അതേപോലെ പല സൈസിലും വരുന്നുണ്ട്. നല്ല ചെറുതും അതിൻ്റെ വലുതും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല സൂപ്പർ വലുത് വരെ ഉള്ളതുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്നത് ക്ലാസ്മേറ്റിൻ്റെ 6 സബ്ജക്ട്സ് ഉള്ളത്. അതാണ് എനിക്കിപ്പോൾ ഒന്നുകൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. ഇതും നല്ലത് തന്നെയാണ്, ക്ലാസ്മേറ്റിൻ്റെ നല്ല ബുക്ക് തന്നെയാണ്. അങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള പോർഷനൊന്നും കണ്ടെത്താൻ കുറച്ച് ടൈം എടുത്തു. കാരണം അത് ലൈബ്രറിയിൽ നിന്ന് എടുത്ത ബുക്കല്ലേ. അപ്പോൾ അങ്ങനെ നോട്ട് ഞാൻ കുറച്ച് സമയം ഇരുന്നിട്ട് പ്രിപ്പയർ ചെയ്തു. അതൊന്നും അങ്ങനെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, വീഡിയോ ലോങ് ആയി. വീഡിയോ ഞാൻ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഞാനിപ്പോൾ ഒന്ന് കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യം കുറച്ച് കഴിഞ്ഞാൽ വരും, കിടക്കാൻ സമയം ഉണ്ടല്ലോ. അപ്പത്തിനും വരും, വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ചായം കടി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ച വീണാണ്. അപ്പോൾ ഞാനെന്നത്തെ ഒരു ഹാഫ് ഡേ വ്ളോഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങളടുത്ത് പറഞ്ഞുകൊണ്ട് പ്രൊഡക്റ്റീവായിട്ട് കുറച്ച് ചെയ്തു. കാരണം അസൈൻമെൻറ്റ് കുറച്ച് ഞാൻ എഴുതിയിട്ടുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ കുറച്ച് എഴുതിയിട്ടുള്ളൂ. പിന്നെ നോട്ട്സ് കുറച്ച് പ്രിപ്പയർ ചെയ്തു, അത്രയൊന്ന് ചെയ്തു. ഇനി അത് ബാക്കി പഠിക്കാനും ഇതിനൊക്കെ ഉണ്ട്. പിന്നെ കിടക്കര പോകാനായിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകണം. തിങ്കളാഴ്ച ക്ലാസ് ഉണ്ട് ഇല്ല എന്നൊക്കെ കേൾക്കണ്ട, അപ്പം എന്താ അവസ്ഥ അറിയില്ല, എന്തായാലും നോക്കട്ടെ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ വീഡിയോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനുണ്ട്
ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്കത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പലരും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ടേക്ക് കെയർ. ബൈ.